ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പല ആളുകളും ചോദിക്കുന്ന ഒന്നാണ്, കൈ കഴുകിയാലും രോഗം വരുന്നത് എന്തുകൊണ്ട്? അതിനുള്ള ശരിയായ ഉത്തരം, നമ്മൾ ചെയ്യുന്നത് ശരിയായ രീതിയിൽ അല്ല എന്നതാണ്. അത് എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അടുത്തതായി, കൈ കഴുകേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? സ്വയം നമ്മളെ സംരക്ഷിക്കുന്നതിനും അതേപോലെ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം കൈ കഴുകേണ്ടത്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കൈ കഴുകാൻ ശ്രദ്ധിക്കാത്തത്. ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും കൈ കഴുകിയേനെ. അപ്പോൾ നമ്മൾ ഈ രോഗാണുക്കളിൽ നിന്നും മുക്തി നേടുന്നതിന് നമ്മൾ കൈ കഴുകുക, അതാണ് സ്വയം സംരക്ഷണം. രണ്ടാമതായി, മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിനായി, അതായത് ഈ വീഡിയോയുടെ തന്നെ പ്രധാന ഉദ്ദേശം നമ്മുടെ വീട്ടിലുള്ള രോഗികൾ, കുഞ്ഞുങ്ങൾ, അമ്മമാർ, അതേപോലെ വയസ്സായ ആളുകൾ എന്നിവർക്ക് വളരെ വേഗത്തിൽ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് തടയുന്നതിനായി നമ്മൾ കൈ കഴുകേണ്ടത് വളരെ തന്നെ അത്യാവശ്യമായ കാര്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ന് നമുക്ക് കൈ കഴുകേണ്ടത് എപ്പോഴെല്ലാം എന്ന് നോക്കാം. ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുന്നതിലൂടെ നമ്മളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗാണുക്കൾ പോകുന്നത് തടയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ കഴുകണം. രോഗിയെ പരിചരിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുക. മലമൂത്ര വിസർജനത്തിന് ശേഷം, അതേപോലെ ഡയപ്പർ, പാഡ് തുടങ്ങിയവ മാറ്റിയതിനു ശേഷവും കൈ വൃത്തിയായി കഴുകേണ്ടതാണ്. നോർമലി നമ്മൾ ചെയ്യുന്നത് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മൂക്ക് ചീറ്റുമ്പോഴോ നമ്മൾ കൈ കവർ ചെയ്താണ് ചെയ്യുന്നത്. ഇതിനുശേഷം കൈ കഴുകേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ വേസ്റ്റ് പദാർത്ഥവുമായി എപ്പോഴൊക്കെയോ സമ്പർക്കത്തിൽ വരുന്നോ അതിനുശേഷവും കൈ കഴുകുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, വളർത്തു മൃഗങ്ങളുമായി ഇടപഴകിയതിനു ശേഷം കൃത്യമായി കൈ കഴുകേണ്ടതാണ്. ഇനി പുറത്തു പോയി വന്ന ഒരാളുടെ ശരീരത്തിൽ എത്ര രോഗാണുക്കൾ ഉണ്ടായിരിക്കും? 100, 1000, 10,000 അല്ല, ലക്ഷക്കണക്കിന് രോഗാണുക്കൾ ഉണ്ടായിരിക്കും. അതിനാൽ പുറത്തു പോയിട്ട് വന്ന ഒരാൾ ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. ഇനി ഈ വീഡിയോയുടെ പരമപ്രധാനമായ പാർട്ടാണ് എങ്ങനെയാണ് കൈ കഴുകേണ്ടത് എന്നുള്ളത്. നമുക്ക് രണ്ട് രീതിയിൽ കൈ കഴുകാം. ഒന്ന്, സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ചും, രണ്ടാമത് ആൽക്കഹോൾ ഉപയോഗിച്ചും. സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് കൈ കഴുകുമ്പോൾ നമ്മൾ 40 മുതൽ 60 സെക്കൻഡ് വരെ എടുക്കുക. നേരെ മറിച്ച് ആൽക്കഹോൾ ആണെങ്കിൽ 20 മുതൽ 30 സെക്കൻഡ് വരെ സമയം മതി. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കാണാൻ കഴിയുന്ന അഴുക്കാണുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും സോപ്പ് വാട്ടർ ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. ഇനി ആൽക്കഹോളിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ സാധാരണ നമ്മുടെ കയ്യിൽ അഴുക്കൊന്നും കാണുന്നില്ല എങ്കിൽ നമുക്ക് നിരന്തരം പരിചരിക്കേണ്ട രോഗിയെ നമ്മൾ ആൽക്കഹോൾ ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ചെയ്യാവുന്നതാണ്. സോപ്പ് സൊല്യൂഷനാണ് സോപ്പിനേക്കാളും ഏറ്റവും നല്ലതായ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് വീട്ടിലുള്ള ഒരുപാട് ആളുകൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൽ അഴുക്കാകാൻ, അതായത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലുള്ളതിനാൽ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി കടയിൽ ആൽക്കഹോൾ സൊല്യൂഷൻ പല രീതിയിൽ കിട്ടും. അപ്പോൾ 95 മുതൽ 96% വരെ ഈഥൈൽ ആൽക്കഹോളോ പ്രൊപ്പനോളോ ഉള്ള ആൽക്കഹോൾ നമ്മൾ മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്പ് മനസ്സിലാക്കാം. ആദ്യമായി കൈ നനയ്ക്കുക എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ സ്റ്റെപ്പ് അല്ല എങ്കിലും അത് വളരെ പരമപ്രധാനമായ ഒരു സ്റ്റെപ്പാണ്. കൈ കൃത്യമായിട്ട് നനയ്ക്കുക എന്നുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യത്തിന് കയ്യിൽ സോപ്പ് സൊല്യൂഷൻ എടുക്കുക, വേണ്ട വിധത്തിലുള്ള സോപ്പ് സൊല്യൂഷൻ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേതിൽ നമ്മുടെ കൈകൾ റബ്ബ് ചെയ്യുക, പാം ടു പാം റബ്ബ്, അതായത് കൈപ്പത്തി തമ്മിൽ ചേർത്ത് കഴുകുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്.
മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് വലത്തെ കൈ ഇടത്തെ കൈയിലെ മുകളിൽ വെച്ച് നമ്മൾ ഉരസുന്നതിനോടൊപ്പം തന്നെ വലത്തെ കൈയുടെ വിരലുകൾ ഇടത്തെ കൈയുടെ വിരലുകൾക്കിടയിലൂടെയും ഉരസുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ഇത് നമ്മൾ പറയുന്നത് ഇന്റർലേസ്ഡ് എന്നാണ്. രണ്ട് കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത്തെ കൈയുടെ വിരലുകൾ ഇടത്തെ കൈയുടെ വിരലുകൾക്കിടയിലൂടെ ചേർത്ത് കഴുകേണ്ടതാണ്. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിരലുകളുടെ ബാക്ക് ഭാഗം വൃത്തിയാക്കുക എന്നതാണ് നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ആറാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് തം റൊട്ടേഷനാണ്. രണ്ട് കൈകളുടെയും തള്ളവിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക, വൃത്തിയാക്കുന്നതാണ് തം റൊട്ടേഷൻ. ഇനി ഏഴാമത്തെ സ്റ്റെപ്പിൽ ഓരോ കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് കൈയുടെ കൈപ്പത്തി വൃത്തിയാക്കുക, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. അതാണ് ഏഴാമത്തെ സ്റ്റെപ്പ്. ഇനി എട്ടിൽ നമ്മൾ കൈകൾ വീണ്ടും വെള്ളം ഒഴിച്ച് ഓരോ സ്റ്റെപ്പും ആവർത്തിക്കുക. അതാണ് എട്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. വൃത്തിയുള്ള തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് കൈ നല്ലവണ്ണം തുടയ്ക്കുക എന്നതാണ് ഒമ്പതാമത്തെ സ്റ്റെപ്പ്. ഇത് കൃത്യമായിട്ട് തുടച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് ഒരു പ്രയോജനവും ഇല്ലാതാവും. അപ്പോൾ ആ ഒമ്പതാമത്തെ സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പത്താമത്തെ സ്റ്റെപ്പ്, ഈ പൈപ്പ് അടയ്ക്കുമ്പോൾ നമ്മൾ ബെയർ ഹാൻഡ് ഉപയോഗിച്ച് അടയ്ക്കാതെ ഏതെങ്കിലും ടിഷ്യൂ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം തേടാവുന്നതാണ്. അതാണ് അവസാന സ്റ്റെപ്പ്. ഇനി 11ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈ ഉണങ്ങാൻ അനുവദിക്കുക, അതോടെ നമ്മൾ സേഫ് ആണ്. ഇനി ഓരോ സ്റ്റെപ്പും ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ആദ്യമായി നമ്മൾ പൈപ്പ് തുറക്കുന്നു, സോപ്പ് സൊല്യൂഷൻ എടുക്കുന്നു, തുടങ്ങി 11 സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർക്കുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് കൈ കഴുകേണ്ടതെന്ന് നോക്കാം. ഓരോ സ്റ്റെപ്പായിട്ട് നോക്കുക. പൈപ്പ് തുറന്നു, കൈ നനയ്ക്കുക എന്നാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം വേണ്ടത്ര സോപ്പ് സൊല്യൂഷൻ എടുത്തു, പാം ടു പാം റബ്ബ് ചെയ്തു, ഇന്റർലോക്ക് ചെയ്യുകയാണ്. അതേപോലെ ഇടത്തെ കൈയിലും രണ്ട് കൈയിലും ആവർത്തിച്ചു. ഇനി രണ്ട് പാമും ചേർത്ത് വെച്ചുകൊണ്ട് കഴുകുകയാണ്. അതോടൊപ്പം ഫിംഗറും കഴുകുന്നു. ഇനി രണ്ട് കൈയും ചേർത്ത് വെച്ചുകൊണ്ട് കഴുകി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തമ്പ് റൊട്ടേഷനാണ്. രണ്ട് കൈയിലും തമ്പ് കഴുകുക. അതിനുശേഷം കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും കഴുകുന്നു. അത് രണ്ട് കൈയിലും ആവർത്തിക്കാൻ ടിപ്പ് വെച്ചാണ് കഴുകുന്നത്. അതിനുശേഷം കൈകൾ വാഷ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പ്രതിപാദിച്ച ഓരോ സ്റ്റെപ്പും ആവർത്തിക്കാവുന്നതാണ്. ഈ സ്റ്റെപ്പ് ആവർത്തിക്കുമ്പോൾ ഒന്നുകൂടി കൈ വൃത്തിയാവുന്നതാണ്. പല ആൾക്കാരും ചോദിക്കും, എന്തിനാണ് നമ്മൾ സ്റ്റെപ്പ് ഓരോ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇത് നമുക്കൊരു യൂണിഫോമിറ്റി വരുന്നതിന് വേണ്ടിയാണ്, മറക്കാതിരിക്കുന്നതിനും കൃത്യമായിട്ട് ചെയ്യുന്നതിനും വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ടാപ്പടയ്ക്കുക. ടാപ്പടച്ച മെത്തേഡ് നിങ്ങൾ കണ്ടു. അതിനുശേഷം നമ്മൾ വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് കൈ തുടയ്ക്കുക. ടിഷ്യൂ ആയാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ആൽക്കഹോൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഇതിൽ കാണുന്നത്. 1 മുതൽ 8 വരെ സ്റ്റെപ്പ് നിങ്ങൾ കണ്ടു. നിങ്ങൾ നേരത്തെ ഇതിൽ നമ്മൾ ഇല്ലാത്ത 3 സ്റ്റെപ്പാണ് ഉള്ളത്. അതായത് പൈപ്പ് തുറക്കുക എന്നുള്ള സ്റ്റെപ്പ് ഇല്ല, ബാക്കിയെല്ലാം ഏകദേശം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. 1 മുതൽ 8 വരെയുള്ള സ്റ്റെപ്പാണ്. ഇനി ഒരു വീഡിയോസിന്റെ സഹായത്തോടു കൂടി നമുക്കത് കാണാവുന്നതാണ്. ആൽക്കഹോൾ വേണ്ടത്ര സൊല്യൂഷൻ നമ്മൾ കയ്യിലെടുത്തു. അതിനുശേഷം പാം ടു പാം റബ്ബ് ചെയ്തു. രണ്ട് കൈയിലിടയിലൂടെ റബ്ബ് ചെയ്തു. രണ്ട് കൈയും ചേർത്ത് വെച്ച് ഫിംഗർ റബ്ബ് ചെയ്തു. കൈവിരലുടെ ബാക്ക് ഭാഗം വൃത്തിയായതിനു ശേഷം തമ്പ് റൊട്ടേഷൻ ചെയ്യുക. തമ്പ് റൊട്ടേഷന്റെ പ്രത്യേകത, അതിനുശേഷം വിരലുകൾ കൂട്ടിപ്പിടിച്ച് നമ്മളെ പാം വൃത്തിയാക്കുക. അതിനുശേഷം ഉണങ്ങാൻ അനുവദിക്കുക.
ഇതുവരെ നിങ്ങൾ കണ്ടത് ആൽക്കഹോളും സോപ്പ് സൊല്യൂഷനും ഉപയോഗിച്ച് എങ്ങനെ ഫലപ്രദമായി കൈ കഴുകാം എന്നതാണ്. ഈ കൈ കഴുകുന്നതിലൂടെ നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെയും ഇൻഫെക്ഷൻ വരുന്നതിൽ നിന്ന് തടയാൻ സാധിക്കും. ഇത് നിത്യേന പ്രാക്ടീസ് ചെയ്താൽ ഒരു പ്രയാസവുമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് മെസ്സേജ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണിക്കുന്നവരെ ഗുഡ് ബൈ.